ഞാൻ ബൈജു അരിക്കാഞ്ചിറ. വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അധികാരികൾ കനിഞ്ഞില്ല. ഒടുവിൽ നാട്ടുകാർ രംഗത്തിറങ്ങി. പഞ്ചായത്ത് ഭരണസമിതിയുടെ പിന്തുണയും ലഭിച്ചതോടെ പാലം നിർമ്മിക്കാമെന്നായി. ആദ്യ ധനസഹായവും പ്രദേശവാസി നൽകി. ഒരു നാടിൻ്റെ ചിരകാല സ്വപ്നം പൂവണിയുമെന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് ഇറിഗേഷൻ വകുപ്പിൻ്റെ തീരുമാനം വന്നത്. ദേശീയ ജലഗതാഗത വകുപ്പിന് കീഴിൽ വരുന്നതുകൊണ്ട് ഇറിഗേഷൻ വകുപ്പിൻ്റെ പ്രത്യേക അനുമതി വേണം. ഇതോടെ തീണ്ടാപ്പടി പാലമെന്ന പദ്ധതിയും നിലച്ചു. വെട്ടം പഞ്ചായത്തിലെ അതിപുരാതന വാണിജ്യ കാർഷിക വ്യവസായ കേന്ദ്രമായിരുന്നു തീണ്ടാപ്പടി. സ്വാതന്ത്ര്യാനന്തര കാലം തൊട്ടേ കടവും പിന്നീട് പാലങ്ങളുമായി 50 വർഷത്തോളമായി പ്രദേശവാസികൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന നടപ്പാലം പുതിയതുണ്ടാക്കുകയും പുതുക്കിപ്പണിയുകയും ചെയ്തു. ഇന്നും ശോചനീയാവസ്ഥയിൽ തുടരുകയാണ് തീണ്ടാപ്പടി പാലം. നിലവിലുള്ള നടപ്പാലം ശോചനീയാവസ്ഥയിൽ തുടരുകയാണ്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ എത്തിയതോടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഇടപെട്ട് വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്തു. നാട്ടുകാരുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം. ഇറിഗേഷൻ വകുപ്പും സർക്കാരും ഇടപെട്ട് തീണ്ടാപ്പടി പാലമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കണം. എല്ലാത്തിനും തടസ്സം നിൽക്കുന്ന ഒരേ ഒരു കാരണം ഇത് ഇറിഗേഷൻ്റെ അണ്ടറിൽ ദേശീയ ജലഗതാഗതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയ ആയതിൻ്റെ പേരിൽ അവർ പറയുന്ന നോംസ് അനുസരിച്ച് മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരും കൈയൊഴിയുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നാട്ടുകാരുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം. ഇറിഗേഷൻ വകുപ്പും സർക്കാരും ഇടപെട്ട് തീണ്ടാപ്പടി പാലമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കണം. ഇന്നൊരു മീറ്റിംഗ് കൂടുകയും അതിൽ നിന്ന് ചില നമുക്ക് ആശാവഹമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ വരും. പ്രായോഗികമായിട്ട് നമുക്ക് തീണ്ടാപ്പടി പാലം ഏതെങ്കിലും തരത്തിൽ അത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്. വെട്ടം വോയിസ് കാണുക എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് 4:30 വെട്ടം ടെലിവിഷനിലും ഞങ്ങളുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലുകളിലും.